അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ താരീഖുൽ ഇസ്ലാം 15ാമത്തെ ചാപ്റ്റർ അന്നാലക്കി ഹാദ. എന്താ അതിനർത്ഥം? സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയോട് ചോദിച്ചതാണ്, മറിയമേ നിനക്ക് എവിടുന്ന് കിട്ടി? അതായത് ബൈത്തുൽ മഖ്ദിസിന്റെ സേവനത്തിന് മറിയം ബീവിയെ സമർപ്പിച്ചപ്പോ തന്റെ മാതൃ സഹോദരി ഭർത്താവ് സക്കരിയ അലൈഹിസ്സലാം ഏറ്റെടുത്തു. അങ്ങനെ മറിയമ്മിന്റെ അടുത്ത് ചെല്ലുമ്പോ ഉഷ്ണകാലത്ത് ശൈത്യകാല പഴവും ശൈത്യകാലത്ത് ഉഷ്ണകാല പഴവും കാണുമായിരുന്നു. അഥവാ ചൂടുകാലത്ത് കിട്ടേണ്ട പഴം തണുപ്പ് കാലത്തും തണുപ്പ് കാലത്ത് കിട്ടേണ്ട പഴം ചൂടുകാലത്തും. അങ്ങനെ ആ കാലത്ത് കിട്ടാത്ത പഴങ്ങൾ മറിയം ബീവിയുടെ അടുത്ത് കണ്ടപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചതാണ്, മറിയമേ നിനക്കിത് എവിടുന്ന് കിട്ടി? അഥവാ അന്നാലക്കി ഹാദാ. അതിനർത്ഥം മറിയമേ നിനക്കിത് എവിടുന്ന് കിട്ടി. ചുരുക്കത്തിൽ ഈ പാഠത്തിൽ പറയുന്നത് മറിയം ബീവിയെ കുറിച്ചാണ്. മറിയം ബീവിക്ക് ഭർത്താവില്ലാതെയാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞ് ജനിച്ചത്. അത് അള്ളാഹുവിന്റെ അപാരമായ കഴിവാണ്. പിതാവില്ലാതെയാണ് ഈസാ നബി ജനിച്ചത്. ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ച് മാതാവില്ലാതെയും പിതാവില്ലാതെയാണെങ്കിൽ ഈസാ നബി അള്ളാഹു തആല സൃഷ്ടിച്ചത് എങ്ങനെ? പിതാവില്ലാതെയാണ്. അങ്ങനെ വിവാഹം കഴിക്കാത്ത മറിയം ബീവി കുഞ്ഞിന് ജന്മം നൽകിയപ്പോ ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കി, എങ്ങനെയാ കുഞ്ഞ് ജനിച്ചത്? അവസാനം മറിയം ബീവി കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, നീ കുഞ്ഞിനോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആ കുഞ്ഞിനോട് ചോദിച്ചു നോക്കൂ. ആളുകളൊക്കെ കുഞ്ഞിനോട് ചോദിച്ചപ്പോ ചെറിയ കുഞ്ഞാകുന്ന ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. ഇതോടുകൂടി ആളുകളൊക്കെ സംശയം തീർന്നു, അവർക്ക് സത്യം ബോധ്യപ്പെട്ടു. ഇതാണ് പാഠത്തിൽ പറയുന്ന കഥ. നമുക്ക് വായിക്കാം. ഹന്ന ബീവി ഗർഭിണിയായി. അവർ ഗർഭസ്ഥ ശിശുവിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കി. ബൈത്തുൽ മുഖദ്ദസ് എന്നുള്ള ഫലസ്തീനില് പ്രസവിച്ചു നോക്കുമ്പോ അതൊരു പെൺകുട്ടിയാണ്. സ്ത്രീയെ മസ്ജിദ് പരിപാലനത്തിന് പറ്റില്ലല്ലോ. അവർ അല്ലാഹു തആലയോട് സങ്കടം പറഞ്ഞു. അല്ലാഹു തആല ആ നേർച്ച സ്വീകരിച്ചു. അവർ കുഞ്ഞിന് മറിയം എന്ന് പേരിട്ടു. ബനൂ ഇസ്രായേലിലെ പ്രമുഖ പണ്ഡിതൻ ഇമ്രാൻ ആയിരുന്നു മറിയമിന്റെ പിതാവ്. ബൈത്തുൽ മഖ്ദിസിന്റെ സേവനത്തിന് സമർപ്പിച്ച മറിയമിനെ മാതൃ സഹോദരി ഭർത്താവ് അഥവാ ഉമ്മയുടെ സഹോദര ഭർത്താവ് സക്കരിയ അലൈഹിസ്സലാം ഏറ്റെടുത്തു. മറിയമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉഷ്ണകാലത്ത് ശൈത്യകാല പഴവും ശൈത്യകാലത്ത് ഉഷ്ണകാല പഴവും കാണാമായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, മറിയമേ നിനക്കിത് എവിടുന്ന് കിട്ടി? ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. അവർ മറുപടി നൽകി. ഭക്തയും സൽസ്വഭാവയുമായ മറിയം റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഒരു ദിവസം മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങൾ റബ്ബിന്റെ ദൂതനാണ്, നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാനാണ് വന്നത്. തുടർന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവരിൽ ഊതുകയും അപ്പോൾ അല്ലാഹു തആലയുടെ ഖുദ്റത്ത് കൊണ്ട് ഗർഭിണിയാവുകയും ചെയ്തു. വീട്ടുകാരിൽ ഇന്നലെ ഒരു ഈത്തപ്പനക്കരികെ പ്രസവിച്ചു. കുറഞ്ഞ സമയത്തുള്ളിലായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ഈ അനുഗ്രഹീത ശിശുവാണ് ഈസാ മസീഹ് അലൈഹിസ്സലാം. മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനങ്ങൾ ആക്ഷേപം ഭയന്നു. ഒരു പുരുഷനും സ്പർശിക്കാത്ത പരിശുദ്ധയായ തനിക്കൊരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, നീ ദുഃഖിക്കരുത്. നീ നിൽക്കുന്ന സ്ഥലത്തിന് താഴെ നിന്റെ റബ്ബ് ഒരു അരുവി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് കുടിക്കുക. ഈത്തപ്പനെ പിടിച്ചു കുലുക്കുക, അത് നിനക്ക് പഴുത്ത ഈത്തപ്പഴം വീഴ്ത്തിത്തരും. മനുഷ്യരിലാണെങ്കിലും കണ്ടാൽ ഞാൻ മൗനവ്രതം നേർച്ചയാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാനൊരു മനുഷ്യനോട് സംസാരിക്കയില്ല എന്ന് ആംഗ്യം കാണിക്കുക. കുട്ടിയെ ചൂണ്ടി അതിനോട് ചോദിക്കാൻ ആക്ഷേപകരോട് അവർ ആംഗ്യം കാണിച്ചു. ആ അത്ഭുത ശിശു സ്ഫുടമായി സംസാരിച്ചു, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, എനിക്ക് വേദ നൽകുവാനും എന്നെ നബിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സഹൃദയർക്ക് സത്യം ബോധ്യപ്പെട്ടു. ബനൂ ഇസ്രായേലിൽ അവസാനത്തെ നബിയാണ് ഈസാ അലൈഹിസ്സലാം. അല്ലാഹു തആല അദ്ദേഹത്തിന് ഇഞ്ചീലും ധാരാളം മുഅ്ജിസത്തുകൾ നൽകി. അല്ലാഹു തആല അനുമതിയോടെ അദ്ദേഹം കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി. അത് പക്ഷിയായി പറന്നുപോയി
അന്ധരെയും വെള്ളപ്പാണ്ട് രോഗികളെയും സുഖപ്പെടുത്തി. അന്ധര എന്നാൽ കണ്ണു കാണാത്തവരെ, മരിച്ചവരെ ജീവിപ്പിച്ചു. ഈ തെളിവുകൾ കാണിച്ച അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. ഒരു വിഭാഗം വിശ്വസിച്ചവർക്ക് പ്രാബല്യം ലഭിച്ചപ്പോൾ എതിർത്തവർ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. ഈസാ അലൈഹിസ്സലാം ഭരണത്തിനെതിരെ പ്രവർത്തിക്കുണ്ടെന്ന് ജൂതനായ രാജാവിനോട് അവർ കളവ് പറഞ്ഞു. വഞ്ചകനായ യഹൂദ എന്ന ശിഷ്യൻ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു. സൈന്യം വധിക്കാനെത്തി. അപ്പോൾ അല്ലാഹു തആല യഹൂദക്ക് ഈസാ അലൈഹിസ്സലാമിന്റെ മുഖസാദൃശ്യം നൽകി. സൈന്യം അവനെ പിടികൂടി ക്രൂശിച്ചു. എന്നിട്ട് ഈസാ നബിയെ ജനങ്ങൾ ഞങ്ങൾ വധിച്ചു എന്നവർ പറഞ്ഞു. വാസ്തവത്തിൽ അവർ അദ്ദേഹത്തെ വധിക്കുകയോ ക്രൂശിക്കുകയോ ചെയ്തിട്ടില്ല. ഈസാ അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അന്ത്യനാളിനോടത്ത് അദ്ദേഹം ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തുകയും ചെയ്യും. എന്ന് നോക്കൂ. തദ്രീബാത്ത് ഒന്നാമത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തരമെഴുതാം. ചോദ്യം 1. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാപിതാക്കൾ ഹന്ന, ഇമ്രാൻ, ഹന്ന ബീവി. രണ്ടാമത്തെ ചോദ്യം സക്കരിയ അലൈഹിസ്സലാം മറിയം ബീവിയും തമ്മിലുള്ള ബന്ധം. ഉത്തരം മറിയമിന്റെ മാതൃ സഹോദരി ഭർത്താവ് സക്കരിയ അലൈഹിസ്സലാം. മൂന്നാമത്തെ ചോദ്യം ഹന്ന ബീവി റളിയല്ലാഹു അൻഹ മകളെ നേർച്ചയാക്കിയെന്തിന്? ഉത്തരം ബൈത്തുൽ മഖ്ദിസിന്റെ പരിപാലനത്തിന് വേണ്ടി. നാലാമത്തെ ചോദ്യം ഞാൻ അല്ലാഹു തആലയുടെ ദാസനാണ്. ആരാണിത് പറഞ്ഞത്? ആ അത്ഭുത ശിശു സ്ഫുടമായി സംസാരിച്ചു, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. അഞ്ചാമത്തെ ചോദ്യം ഈസാ നബി അലൈഹിസ്സലാമിന്റെ 3 മുഅ്ജിസത്തുകൾ എഴുതുക. 1. കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി, അത് പക്ഷിയായി പറന്നുപോയി. 2. അന്ധരെയും വെള്ളപ്പാണ്ട് രോഗികളെയും സുഖപ്പെടുത്തി. 3. മരിച്ചവരെ ജീവിപ്പിച്ചു. ഇനി 6ാമത്തെ ചോദ്യം ഈസാ നബി അലൈഹിസ്സലാമിന് ഒറ്റിക്കൊടുത്തത് ആരാണ്? ഉത്തരം വഞ്ചകനായ യഹൂദ എന്ന ശിഷ്യൻ. 7ാമത്തെ ചോദ്യം സൈന്യം ആരെയാണ് ക്രൂശിച്ചത്? യഹൂദയെ. 8ാമത്തെ ചോദ്യം ഈസാ നബി അല്ലാഹു തആല അവസാനം എന്ത് ചെയ്തു? ഉത്തരം ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. ഇനി 2ാമത്തെ ആക്ട് സന്ദർഭം വിവരിക്കുക. അതിലൊന്ന് നിനക്കെതെവിടുന്ന് കിട്ടി? മറിയമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉഷ്ണകാലത്ത് ശൈത്യകാല പഴവും ശൈത്യകാലത്ത് ഉഷ്ണകാല പഴവും കാണുമായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, മറിയമേ നിനക്കതെവിടുന്ന് കിട്ടി? 2ാമത്തത് ഞാൻ നിങ്ങളുടെ റബ്ബിന്റെ ദൂതനാണ്. ഭക്തയും സൽസ്വഭാവയുമായ മറിയം റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഒരു ദിവസം മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ റബ്ബിന്റെ ദൂതനാണ്. ഇനി 3ാമത്തത് നീ ദുഃഖിക്കരുത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനങ്ങളുടെ ആക്ഷേപം ഭയന്നു. ഒരു പുരുഷനും സ്പർശിക്കാത്ത പരിശുദ്ധയായ തനിക്കൊരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, നീ ദുഃഖിക്കരുത്. ഇനി 3ാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. അതിലൊന്ന് മറിയം ബീവിയുടെ ചരിത്രം ചുരുക്കി എഴുതുക. നോക്കൂ. ഹന്ന ബീവി ഗർഭിണിയായി. അവർ ഗർഭശിശുവിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കി. പ്രസവിച്ചു നോക്കുമ്പോൾ അതൊരു പെൺകുട്ടിയാണ്. സ്ത്രീയെ മസ്ജിദ് പരിപാലനത്തിന് പറ്റില്ലല്ലോ. അവർ അല്ലാഹു തആലയുടെ സങ്കടം പറഞ്ഞു. അല്ലാഹു തആല നേർച്ച സ്വീകരിച്ചു. അവർ കുഞ്ഞിന് മറിയം എന്ന് പേരിട്ടു. ബനൂ ഇസ്രായേലിലെ പ്രമുഖ പണ്ഡിതൻ ഇമ്രാനായിരുന്നു മറിയമിന്റെ പിതാവ്. ബൈത്തുൽ മഖ്ദിസിന്റെ സേവനത്തിന് സമർപ്പിച്ചു. മറിയമിനെ മാതൃ സഹോദരി ഭർത്താവ് സക്കരിയ അലൈഹിസ്സലാം ഏറ്റെടുത്തു. മറിയമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉഷ്ണകാലത്ത് ശൈത്യകാല പഴവും ശൈത്യകാലത്ത് ഉഷ്ണകാല പഴവും കാണുമായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, മറിയമേ നിനക്കതെവിടുന്ന് കിട്ടി? ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. അവർ മറുപടി നൽകി. ഭക്തയും സൽസ്വഭാവയുമായ മറിയം റളിയല്ലാഹു അൻഹായുടെ മുമ്പിൽ ഒരു ദിവസം മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ റബ്ബിന്റെ ദൂതനാണ്. നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാനാണ് വന്നത്. തുടർന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അതിൽ ഊതുകയും അപ്പോൾ അല്ലാഹു തആലയുടെ ഖുദ്റത്ത് കൊണ്ട് ഗർഭിണിയാവുകയും ചെയ്തു. വീട്ടുകാരിൽ ഇന്നലെ ഒരു ഈത്തപ്പനെ കരികെ പ്രസവിച്ചു.
കുറഞ്ഞ സമയത്തുള്ളായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ഈ അനുഗ്രഹീത ശിശുവാണ് ഈസൽ മസീഹ് അലൈഹിസ്സലാം. മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനങ്ങൾ ആക്ഷേപം ഭയന്നു. ഒരു പുരുഷനെയും സ്പർശിക്കാത്ത പരിശുദ്ധയായ തനിക്കൊരു കുഞ്ഞു പിറന്നിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, നീ ദുഃഖിക്കരുത്. നീ നിൽക്കുന്ന സ്ഥലത്തിന് താഴെ നിന്റെ റബ്ബ് ഒരു അരുവി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കുടിക്കുക. ഈത്തപ്പന പിടിച്ച് കുലുക്കുക. അത് നിനക്ക് പഴുത്തീത്തപ്പഴം വീഴ്ത്തിത്തരും. മനുഷ്യരിൽ ആരെങ്കിലും കണ്ടാൽ ഞാൻ മൗനവ്രതം നേർച്ചയാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാനൊരു മനുഷ്യനോട് സംസാരിക്കുകയില്ല എന്ന് ആംഗ്യം കാണിക്കുക. കുട്ടിയെ ചൂണ്ടി അതിനോട് ചോദിക്കാൻ ആക്ഷേപമുള്ളവർ ആംഗ്യം കാണിച്ചു. ആ അത്ഭുത ശിശു സ്ഫുടമായി സംസാരിച്ചു, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. എനിക്ക് വേദം നൽകുവാനും എന്നെ നബിയാക്കാനും അവൻ തീരുമാനിച്ചിട്ടുണ്ട്. സഹോദരർക്ക് സത്യം ബോധ്യപ്പെട്ടു. രണ്ടാമത്തത്, സ്ത്രീയെ മസ്ജിദ് വിഭാഗത്തിന് പറ്റില്ല, സമർത്ഥിക്കുക. സ്ത്രീ പരപുരുഷന്മാരുടെ കൂടെ പള്ളിയിൽ പോയിട്ടോ അല്ലാതെയോ പങ്കെടുക്കേണ്ടവളല്ല. അതുപോലെ തന്നെ സ്ത്രീകൾ പള്ളി പരിപാലിക്കേണ്ടവളല്ല. കാരണം സാധാരണയിൽ പള്ളി പരിപാലിക്കുന്നത് പരപുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും അന്യപുരുഷന്മാരും പരസ്പരം ഇടകലരാൻ സാധ്യത കൂടുതലാണ്. ഇടകലരുന്ന എല്ലാ സാഹചര്യവും ഒഴിവാക്കേണ്ടതാണ്. ഇസ്ലാം അത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബയൂത്തുല്ലഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം. ഇസ്ലാം സ്ത്രീകൾക്ക് വലിയ സുരക്ഷയാണ് നൽകിയിട്ടുള്ളത്. ഇസ്ലാം ഒരിക്കലും അവരെ അടിച്ചമർത്തുന്നില്ല. നിർബന്ധമായ ഹജ്ജിനും ഉംറയ്ക്കും വരെ വിവാഹബന്ധം ഹറാമില്ലാത്തവരുടെ കൂടെ പോകേണ്ടതില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നിട്ടല്ലേ പള്ളി പരിപാലനം. ഇതിനിടയ്ക്കൊരു കാര്യം ഓർമ്മിക്കാണ്. 6ാം ക്ലാസ്സിലെ താരീഖിന്റെ മുഴുവൻ ചാപ്റ്റേഴ്സ് തദ്രീബാത്തും എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ വേണ്ടവരൊക്കെ അത് സെർച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.